നമസ്കാരം. കളങ്കാവൽ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടും റിവ്യൂ ചെയ്തു, ഫുള്ള് കണ്ടിട്ട് റിവ്യൂ ചെയ്തു. ഒരു സിനിമ നല്ലതാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെടും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ പൊതുവേ ഉണ്ടല്ലോ, ഒരു 90% പേർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമ ചിലവർ കുരു പൊട്ടുന്ന പോലെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ കുരു പൊട്ടുന്ന പോലെ, ഇല്ല കൊള്ളത്തില്ല ശരിയായില്ല. ഈ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാം. കുരു പൊട്ടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം, പ്രത്യേകം ശ്രദ്ധിക്കുക, കുരു പൊട്ടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം ഗംഭീര പടമാണ്. ഞാൻ തുടരും കണ്ടിട്ട് പറഞ്ഞത് അതിഗംഭീര സിനിമയാണ്. ഇടയിൽ രണ്ട് ക്യാരക്ടേഴ്സ്. എന്തുപാട് ഇതിനകത്ത് നെഗറ്റീവ് പറയാനുള്ളത്? ജെയിംസ് ബോണ്ട് സീരീസ് പോലെ ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു പടമൊന്നുമല്ല. പക്ഷേ ഗംഭീര 2 പേരുടെ പെർഫോമൻസ്. ആരൊക്കെ? മമ്മൂട്ടി, വിനായകൻ. ആരതിനകത്ത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഓൾറെഡി ഗംഭീരമാണ്, വിനായകൻ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന്. പിന്നെ ഇതിനകത്ത് 1% പോലും ലാഗ് അടിക്കത്തില്ല, ഒരു മിസ്കാസ്റ്റ് ഇല്ല. ആദ്യമായിട്ട് ബാഹുബലിയുടെ ഡയറക്ടർ രാജമൗലിയോ അമൽ നീരദോ ഒന്നുമല്ല ഇത് സംവിധാനം ചെയ്യിക്കുന്ന പുത്തൻ സംവിധായകൻ. ആദ്യത്തെ പടമാണ്. കുറുപ്പിന്റെ റൈറ്റർ ആണെന്നുള്ളൂ, ആദ്യമായിട്ടാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിതിൻ, കൈയടിക്കണം മക്കളെ. ജിതിൻ എന്ന് പറയുന്ന നല്ല അച്ചടക്കത്തോടു കൂടി അവർ രണ്ടുപേരും ഇരുന്ന സ്ക്രിപ്റ്റ്, മനോഹരമായ സ്ക്രിപ്റ്റ്. ഒരു തലനാരിക്ക് ഒരു പീസ് കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ്. 10-22 നായികമാർ. അത് ഈ കഥാപാത്രത്തിന് ആവശ്യമാണ്. അവരുടെ ഏജ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കഥാപാത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗംഭീര കാസ്റ്റിംഗ്. ഒരു കാസ്റ്റിംഗ് ഇതിനകത്ത് മോശമില്ല, ഒരു സീൻ ഇതിനകത്ത് ലാഗില്ല. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോഴായിരിക്കും അയ്യോ ഇത് നിങ്ങൾ പൊക്കി പറയുകയാണ്, നിങ്ങൾ ഇന്നതാണ്, നിങ്ങൾ മറ്റേതാണ്, മതം വേറെയാണ്. ഇത് ഒന്നുമില്ല. നമ്മൾ എമ്പുരാനെ കുറിച്ച് ചിലപ്പോൾ മോശം പറഞ്ഞു. എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തുടരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ലോകം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഗംഭീര ഒരു പടം. കുരു പൊട്ടുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ ഈ റീച്ച് കിട്ടാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വിനായകനും മമ്മൂട്ടിയും കസറിയൊരു സിനിമ. സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ കൊച്ചൻ ചെയ്തു വെച്ചേക്കുന്നത് ഗംഭീരം. രാധാകൃഷ്ണന്റെ സൗണ്ട് മിക്സിങ്. രാധാകൃഷ്ണൻ ഇപ്പോൾ എനിക്കൊന്നൊരു ടോപ്പ് ലെവലായി. നമ്മൾ അറിയപ്പെടാതെ പോകുന്ന പലർക്കും വേണ്ടി പറയാണ്, കാന്താരയും പുഷ്പയും ലോകയും ഒക്കെ ചെയ്തത് ഈ പറഞ്ഞ പോലെ നമ്മുടെ രാധാകൃഷ്ണ. അദ്ദേഹം തന്നെയാണ് എൻ്റെ സൗണ്ട് മിക്സിങ്. എല്ലാ രീതിയിലും ഗംഭീര പടം. ഡിഗ്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഈ പടത്തിനെ എന്തുകൊണ്ടാണോ ഡിഗ്രേഡ് ചെയ്യുന്നത്, അത് ഈ പടം തൂത്തുവാരി വലിച്ച് കീറി ഇത് മുകളിലോട്ട് പോകും എന്നുള്ളത് സംശയമില്ല. മമ്മൂട്ടിയുടെയും വിനായകന്റെയും പെർഫോമൻസ് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് കൊടുത്ത പൈസയുടെ ഇരട്ടി നിങ്ങൾക്ക് വസൂല. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടുകൊള്ളുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. തീയാണ് മക്കളെ, തീ. അത് ഉറപ്പാണ്, ഉറപ്പിച്ചോ.